ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ KSRTC-യിലേക്ക് 700 ഒഴിവുകൾ വന്നിട്ടുണ്ട് അല്ലെ. KSRTC-യിലേക്ക് ഡ്രൈവർ കം കണ്ടക്ടർ ആയിട്ടാണ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏത് വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, എത്ര ഒഴിവുകളാണ്, എന്താണ് മാനദണ്ഡങ്ങളും യോഗ്യതകളും എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പോവാം. ഓക്കെ, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്കാണ് 700 ഒഴിവുകൾ എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ അതിലേക്ക് പോയാൽ ഇങ്ങനെയാണ്. KSRTC സ്വിഫ്റ്റിലാണ് 700 ഡ്രൈവർ കം കണ്ടക്ടർ ഇപ്പോൾ എന്താണ് വേക്കൻസി വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് ജയവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസുമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. 10ാം ക്ലാസ് ജയവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും യോഗ്യതയായിട്ട് പറയുന്നു. ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമുക്ക് നോക്കാം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ദീർഘദൂര സ്വിഫ്റ്റ് ബസ് സർവീസുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 700 ഒഴിവുകളാണ് നിലവിലുള്ളത്. കരാർ വ്യവസ്ഥയിലാണ് നിയമനം എന്ന് മനസ്സിലാക്കുക. നിയമനം കരാർ വ്യവസ്ഥയിലാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിലവിൽ KSRTC-യിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും സ്വിഫ്റ്റിന്റെ സേവന വ്യവസ്ഥകൾക്കനുസരിച്ച് അപേക്ഷ കൊടുക്കാം എന്നുകൂടെ പറയുന്നുണ്ട്. അതായത് ശമ്പളം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയാണ്. 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപ. അധികം വരുന്ന മണിക്കൂറിന് 130 രൂപ അലവൻസ് ആയി അനുവദിക്കും. കൂടാതെ ഇൻസെന്റീവ് ബാറ്റയും PF-ഉം ലഭിക്കുമെന്ന് കൂടെ മനസ്സിലാക്കുക. യോഗ്യത പറയുന്നത് അംഗീകൃത ബോർഡ് സ്ഥാപനത്തിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ ഡ്രൈവറായി 5 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയവും ഉണ്ടാവണം. സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കുവാനും അറിവുണ്ടായിരിക്കണം. കൂടാതെ മലയാളവും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കുവാനും സാധിക്കണം എന്ന് പറയുന്നുണ്ട്. ശാരീരിക ക്ഷമത പറയുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് വ്യവസ്ഥകൾ പ്രകാരം 10 മണിക്കൂർ വരെ ജോലി ചെയ്യുവാൻ ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. ശാരീരിക ക്ഷമത തെളിയിക്കുന്നതിനായി സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്നും നേത്രരോഗ വിദഗ്ധരിൽ നിന്നും ലഭ്യമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. വാഹനങ്ങളുടെ പ്രവർത്തനം, ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള പ്രാവീണ്യം എന്നിവ അഭിലഷണീയ യോഗ്യതയായി കണക്കാക്കും. ഇനി പ്രായം നോക്കിയാൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 25 to 55 ആണ്. 25-നും 55-നും ഇടയിലാണ്. 2 വയസ്സ് ഉൾപ്പെടെയാണ്. തെരഞ്ഞെടുപ്പ് നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന എഴുത്തു പരീക്ഷ, ഡ്രൈവിംഗ് ടെസ്റ്റ്, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അന്തിമ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തുടർന്ന് പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് റാങ്ക് അടിസ്ഥാനത്തിൽ ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് താൽക്കാലിക നിയമനം നൽകും. റാങ്ക് ലിസ്റ്റ് വന്നത് മുതൽ 1 വർഷത്തേക്കായിരിക്കും ലിസ്റ്റിന്റെ കാലാവധി. തെരഞ്ഞെടുക്കപ്പെടുന്നവർ KSRTC സ്വിഫ്റ്റുമായി പരിചയമില്ലാത്ത റീഫണ്ട് ചെയ്യുന്ന കരുതൽ നിക്ഷേപവുമായി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ KSRTC സ്വിഫ്റ്റിന്റെ പേരിലെടുത്ത 30,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും സമർപ്പിക്കണം. വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കുന്നവർക്ക് നിർബന്ധമായും KSRTC സ്വിഫ്റ്റിൽ 2 വർഷം 1 വർഷം 240 ഡ്യൂട്ടിയിൽ കുറയാതെ സേവനം അനുഷ്ഠിക്കേണ്ടത്. അല്ലാത്ത വർഷം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയ 30,000 രൂപ തിരികെ ലഭിക്കില്ല. തെരഞ്ഞെടുക്കപ്പെടുന്നവർ വകുപ്പിൽ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് നേടേണ്ടതുണ്ട്. സേവന വ്യവസ്ഥകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ വിജ്ഞാനം നോക്കാം. അപേക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ CMD-യുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മണി വരെയാണ്. ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മണി വരെ കൃത്യമായി നോക്കുക. ഓക്കെ, വിശദവിവരങ്ങൾക്ക് www.cmdkerala.gov.in എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കുന്നത്. വെബ്സൈറ്റ് നോക്കുക, www.cmd.kerala.gov.in എന്നാണ് ആ ഒരു വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ 700 ഡ്രൈവർ കം കണ്ടക്ടർ ആണ്. കരാർ അടിസ്ഥാനത്തിലാണ്. താല്പര്യമുള്ള ആളുകൾക്ക് അതിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ. അപ്പം ഇന്ത്യൻ PSC-യിലെ ലാബ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വിജ്ഞാപനം വരാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പേ പഠിച്ചു തുടങ്ങണം. നല്ല രീതിയിൽ കട്ട് ഓഫ് ഇപ്പം ഇതിന് വരുന്നുണ്ട്. കൂടാതെ ആളുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എണ്ണം കുറയുന്നു, എല്ലാം കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിനനുസരിച്ച് മികച്ച വിജയത്തിന് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങിയേ പറ്റൂ. ഇപ്പൊ ലൈവ് ക്ലാസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടെസ്റ്റ് സീരീസ് ഉണ്ട്, മന്ത്ലി, വീക്ക്ലി, അതുപോലെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, പിന്നെ ടോപ്പിക് വൈസ് എക്സാം ഒക്കെ ഉണ്ട്. മെന്റർഷിപ്പ്, പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ PDF നോട്ട് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന 7907365854 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
ഇപ്പോഴും ഫീസ് എന്ന് പറയുന്നത് 1199 ആണ്. അപ്പൊ പ്രശാന്ത് എന്ന് നിങ്ങൾ പറഞ്ഞു, അതായത് പ്രശാന്തിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു 10% ഓഫർ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പ്രശാന്തിന്റെ വീഡിയോ കണ്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ 10% ഓഫർ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഓൾ.